ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ഹാൻഡ് കോണിനുള്ള ഷീറ്റ് റോൾ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അങ്ങനെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിനായിട്ട് ഞാൻ ടാപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പിന്നാണ്. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സൈസ് 0.38 ആണ് സൈസ്. ഈ പിന്ന് വെച്ചിട്ടാണ് നമ്മൾ റോൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ചിലർ നമ്മൾ സ്കാർഫിനൊക്കെ കുത്തുന്ന ബോൾ പിന്ന് യൂസ് ചെയ്യാറുണ്ട് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുക. കാരണം ഈ രണ്ട് പിന്നും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് സൈസിൻ്റെ കാര്യത്തിൽ. കട്ടിയുള്ള പിന്ന് വെച്ചിട്ട് നമ്മൾ റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് പിന്ന് ഊരുമ്പോൾ അതവിടെ ഒരു ചെറിയൊരു ഹോള് വരും ആ പിന്നിൻ്റെ സൈസിലുള്ള. അപ്പോൾ നമ്മൾ പേസ്റ്റ് അതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ പേസ്റ്റ് എല്ലാം ഭയങ്കരമായിട്ട് പുറത്തേക്ക് പോകും, ഓവർഫ്ലോ ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ഡിസൈൻ വരക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടും. അപ്പോൾ അതുകൊണ്ടാണ് തിന്നായിട്ടുള്ള പിൻ തന്നെ യൂസ് ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ. ആദ്യം ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പിന്ന് വെക്കുക. പിന്ന് വെച്ചതിന് ശേഷം വേണം നമ്മൾ ടൈറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. അത് തന്നെ ടൈറ്റ് ചെയ്യരുത്. അപ്പോൾ പിന്നെ നമുക്ക് പിന്ന് വെക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് വരുന്ന ആ ഒരു പീസിൻ്റെ മേലെ ടാപ്പ് വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാതും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിലായിട്ട് പേസ്റ്റ് ഫില്ല് ചെയ്ത് കോണാക്കി എടുക്കണം.